ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगुणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिवशाखान्वितंश्च हे कृष्णा करुणा सिंधु दीनबंधो जगत्पते गोपेश गोपिका कांद राधा कांद नमोस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरूपेश्च कृपा सिन्धुभ्यः च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमो नमः। ओं विष्णुपादाय कृष्णपृष्ठाय बुधे श्रीमदे भक्तिवेदान्त स्वामिने नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे गुरुवे गौरचंद्राय राधिकाय तदालय कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्ण हरि ओम तत्सत. അപ്പോ ശ്രീമദ് ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് 10ാമത്തെ അധ്യായം 32ാമത്തെ ശ്ലോകം മുതൽക്കാണ് നമ്മൾ വായിക്കുന്നത്. സർഗാനാം ആദിരന്തസ്യ മധ്യം ചൈവാഹം അർജുന അധ്യാത്മാ വിദ്യാനാം വാദപ്രവദതം അഹം. സർഗാനാം ആദിരന്തസ്യ മധ്യം ചൈവാഹം അർജുന അധ്യാത്മാ വിദ്യാനാം വാദപ്രവദതം അഹം. ഓക്കെ, പാർവതി മാതാജി. ഹരേ കൃഷ്ണ. സർഗാനാമാദിരന്തശ്ച മധ്യം ചൈവാഹമർജുന ആധ്യാത്മ വിദ്യാനാം വാദ പ്രവദതാമഹം. ഹരി ബോൾ. കവിത മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. സർഗാനാം ആദിർ അന്തശ്ച മധ്യം ചൈവഹം അർജുന ആധ്യാത്മാ വിദ്യാനാം വാദ പ്രവദതാം അഹം. ഓക്കെ, അർച്ചന മാതാജി. ഹരേ കൃഷ്ണ. സർഗാനാമാദിരന്തശ്ച മധ്യം ചൈവാഹമർജുന അധ്യാത്മാ വിദ്യാനാം വാദ പ്രവദതാമഹം. രൂപേശ്വര മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. സർഗാനാമാദിരന്തശ്ച മധ്യം ചൈവാഹമർജുന ആധ്യാത്മാ വിദ്യാനാം വാദ പ്രവാദതം അഹം. ഹരേ കൃഷ്ണ പ്രഭുജി. ഓക്കെ ഓക്കെ വായിച്ചു. കുഴപ്പമില്ല, ഞാൻ മലയാളം ട്രാൻസ്ലേഷൻ വായിക്കാം പ്രഭുജി. ഓക്കെ. സൃഷ്ടിയുടെ ആദിമധ്യാവസാനങ്ങൾ ഞാൻ തന്നെ. അർജുന, ശാസ്ത്രങ്ങളിൽ ആധ്യാത്മശാസ്ത്രവും തർക്കശാസ്ത്രങ്ങളിൽ നിർണയ സത്യവുമാണ് ഞാൻ. ഹരീഷ്ണ. Very good. Of all creations, I am the beginning and the end and also the middle. Arjuna, of all sciences, I am the spiritual science of the self, and I am logicians, I am the conclusive. ഭഗവാന്റെ ഓപ്പറൻസസിനെ പറ്റി പറഞ്ഞ ഐശ്വര്യത്തിനെ പറ്റി പറയുന്നത്. അപ്പോൾ സർഗാനാം, സൃഷ്ടിയില് അതിൽ തുടക്കവും മധ്യവും അവസാനവും ഞാൻ തന്നെയാണ്. ഭാഗവത്തിൽ പറയുന്നുണ്ട്, സൃഷ്ടിക്ക് മുമ്പും ഞാനുണ്ടായിരുന്നു, സൃഷ്ടിയുടെ സമയത്തും ഞാനുണ്ട്, സൃഷ്ടിക്ക് ശേഷവും ഞാനുണ്ട്. അല്ലേ? അപ്പോൾ എന്താണ്? സൃഷ്ടിക്ക് മുമ്പും ഭഗവാൻ ഉണ്ടായിരുന്നു, സൃഷ്ടിയുടെ സമയത്തും ഉണ്ട്, മെയിൻ്റനൻസ് സമയത്ത്, സൃഷ്ടിയുടെ അവസാനം അതായത് ഡിസ്ട്രക്ഷൻ സമയത്തിന് ശേഷം ഭഗവാൻ ഒരാളെയുണ്ട്. സോ ഈസ് എവർ എക്സിസ്റ്റിംഗ്. സൃഷ്ടി വന്നും പോയി കൊണ്ടിരിക്കുന്നതാണ് അല്ലേ? ക്രിയേഷൻ, മെയിൻ്റനൻസ്, ഡിസ്ട്രക്ഷൻ ഓൺഗോയിങ് പ്രോസസ്സാണ്. മാനിഫെസ്റ്റേഷൻ, അൺമാനിഫെസ്റ്റേഷൻ. പക്ഷെ ഈവൺ ഈ മാനിഫെസ്റ്റേഷൻ, അൺമാനിഫെസ്റ്റേഷൻ അതിന് മുമ്പും ശേഷവും ഭഗവാൻ എക്സിസ്റ്റിംഗ് ആണ്. So Bhagwan is the
സോഴ്സ് ഓഫ് എവറിഥിങ്, ഈവൻ ദി സൃഷ്ടി. അപ്പൊ ഭഗവാൻ സൃഷ്ടിക്ക് ശേഷം വന്നതല്ല. അതാണ് ഭഗവാൻ പറയുന്നത്. ഓഫ് ഓൾ ക്രിയേഷൻ ഐ ആം ദ ബിഗിനിങ്. ബിഗിനിങ്ങിലുണ്ട് ഭഗവാൻ എന്നാണ് സൃഷ്ടി വരുന്നത്. അഹം സർവസ്യ പ്രഭോ, അല്ലേ? എന്നിൽ നിന്നാണ് എല്ലാം ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഡ്യൂറിങ് ക്രിയേഷൻ അതിന്റെ മെയിൻ്റെനൻസ്, പരിപാലനം ചെയ്യുന്നത് ആരാണ്? അതും ഭഗവാനാണ്. പിന്നെ ആഫ്റ്റർ അനിഹിലേഷൻ അൺമാനിഫെസ്റ്റേഷൻ നടക്കുന്നുണ്ട്. സൃഷ്ടി എന്തൊന്നും സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ അതിന് അന്ത്യമുണ്ട്, അവസാനമുണ്ട്. അതിനുശേഷവും ഭഗവാൻ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ എലൂഫ്, ഈസ് ടോട്ടലി എലൂഫ് ഫ്രം ദിസ്. ആൾദോ ഈസ് ദ ക്രിയേറ്റർ, മെയിൻറ്റെയിനർ ആൻഡ് ഡിസ്ട്രോയർ, ഈസ് എലൂഫ് ഫ്രം ദിസ്. അപ്പോൾ അർജുന, ഓഫ് ഓൾ സയൻസ്, എല്ലാ ശാസ്ത്രങ്ങളുടെയും സയൻസിന്റെ ഓഫ് ഓൾ സയൻസ് ഐ ആം ദ സ്പിരിച്വൽ, ആധ്യാത്മിക ശാസ്ത്രം ഞാനാവുന്നത്. എന്താണ്? എന്തിനെ പറ്റി പഠിപ്പിക്കുന്നത്? സെൽഫിനെ പറ്റിയിട്ട്, നമ്മുടെ ആത്മാവിനെ പറ്റിയിട്ട്, പരമാത്മാവിനെ പറ്റിയിട്ട് ഇതൊക്കെ പഠിപ്പിക്കുന്നത് എന്താണ്? സ്പിരിച്വൽ സയൻസ്. എല്ലാ തർക്ക വിഷയങ്ങളിലും, വാഗ്വാദങ്ങളിലും, ഡിബേറ്റിലും, യുക്തിയിലും അതും ഞാനാവുന്നു. കൺക്ലൂസീവ് ട്രൂത്തും ഞാനാവുന്നു. എന്താണ് കൺക്ലൂസീവ് ട്രൂത്ത്? പരമസത്യം. എന്താണ് ഈ പരമസത്യം എന്ന് പറഞ്ഞാൽ ഇവിടെ? എന്താണ് പരമസത്യം? കൺക്ലൂസീവ് ട്രൂത്ത് എന്നാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ്? ഇതാണ് പ്രഭുജി, ഇതില് തർക്കശാസ്ത്രങ്ങൾ നിർണയ സത്യവുമാണ് ഞാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ശാസ്ത്രങ്ങളാണ്. എമംഗ് ലൊജീഷ്യൻ തർക്ക നിർണയ ശാസ്ത്രം, നിർണയ തർക്കം. നമ്മൾ തർക്കിക്കുന്നത് എന്തിനെ പറ്റിയാണ്? അബ്സല്യൂട്ട് ട്രൂത്തിനെ പറ്റി. അതാണ് പരമസത്യമായിട്ടുള്ളത്. മറ്റതൊക്കെ ടെമ്പററി ആണ്. അപ്പൊ നമ്മൾ എന്തിനെ പറ്റി തർക്കിച്ചാലും ശരി, ഓക്കെ, അതിന്റെ കൺക്ലൂസീവ് ട്രൂത്ത് എവിടെ ചെന്ന് അവസാനിക്കും? ഭഗവാനില്. കാരണം അവിടുന്നാണ് ആദി, അവിടുന്നാണ് അതിന്റെ ഉദ്ഭവം. മറ്റതെല്ലാം ടെമ്പററി ആണ്. അവസാനം ചെന്ന് എത്തുന്നത് എവിടെയാണ്? ഈ കൺക്ലൂസീവ് ട്രൂത്ത്, ഭഗവാൻ. സത്യം പരം ധീമഹി. ഓക്കെ, ലെറ്റ് മീ മെഡിറ്റേറ്റ് അപ്പോൺ ദ സുപ്രീം അബ്സല്യൂട്ട് ട്രൂത്ത്. അപ്പൊ ഏത് തർക്കത്തിലും അവസാനം അതിന്റെ പരിണാമം എവിടെ ചെന്നെത്തുന്നു? ഭഗവാനിലാണ്. ഭഗവാൻ എന്റെ സമം ബോണം. ഭഗവാൻ ഇസ് എ സമം ബോണം ഓഫ് എവറിഥിങ്. നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നതും കഴിയാത്തതും എല്ലാം ഭഗവാൻ തന്നെയാണ്. നമ്മൾ സാധാരണ രണ്ട് ട്രൂത്ത് ഉണ്ട്. അതായത് ഒന്ന് അബ്സല്യൂട്ട് ട്രൂത്ത്, ഒന്ന് റിലേറ്റീവ് ട്രൂത്ത്. ഭൗതിക തലത്തിലെല്ലാം റിലേറ്റീവ് ട്രൂത്താണ്. ഇവിടെ കാണുന്ന എല്ലാം റിലേറ്റീവ് ട്രൂത്താണ്. ഞാനും നിങ്ങളൊക്കെ ഇവിടെ ഈ രൂപത്തിലും ഈ ഭാവത്തിലും ഇരിക്കുന്നെല്ലാം റിലേറ്റീവ് ട്രൂത്താണ്. ഇത് എറ്റേണൽ ട്രൂത്ത് അല്ല. നമ്മുടെ എറ്റേണൽ ട്രൂത്ത് ആണോ ഇപ്പൊ നമ്മളുടേത്? 100 കൊല്ലത്തിലും മീതെ നമ്മുടെ ഈ രൂപമൊന്നും ഉണ്ടായിരിക്കില്ല. അതും ആ രൂപം അങ്ങനെ ക്ഷയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. കുട്ടിക്കാലത്തിലുള്ള രൂപമല്ല ഇപ്പോ. വൃദ്ധാവസ്ഥയിലുള്ള രൂപം ഇപ്പോഴത്തെ രൂപമായിരിക്കില്ലേ. അപ്പോൾ ഈ രൂപം, ഈ സ്വഭാവം, ഈ ബന്ധങ്ങള്, ഇതൊന്നും എറ്റേണല്ല. അതിനെന്താ പറയാ? എന്താ? റിലേറ്റീവ് ട്രൂത്ത്. എന്താണ് എറ്റേണൽ ആയിട്ടുള്ള ട്രൂത്ത്? സോ വാട്ട് ഈസ് അബ്സല്യൂട്ട് ട്രൂത്ത്? വാട്ട് ഈസ് നെവർ ചേഞ്ചിങ്, അൺചേഞ്ചിങ്? എന്താണത്? അൺചേഞ്ചിങ് ട്രൂത്ത് എന്താണ്? പറഞ്ഞ അനുസരിച്ച് നമ്മൾ ആത്മാവാണ് എന്നുള്ളത്. യെസ്, ആത്മാവ് നെവർ ചേഞ്ച്. ആത്മാവിന്, സ്പിരിറ്റിന് ചേഞ്ച് ഇല്ല. നമ്മളുടെ ശരീരം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, ആത്മാവിന് ചേഞ്ചേ വരുന്നില്ല. അപ്പോ ഭഗവാന്റെയും സ്പിരിറ്റാണ് സച്ചിദാനന്ദമാണ്, നമ്മളുടെയും സ്പിരിറ്റാണ് സച്ചിദാനന്ദം. ഇത് ഒരിക്കലും ചേഞ്ച് ആവില്ല. നമ്മളും ഭഗവാനും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്, ഒരു സ്വരൂപമുണ്ട്. നമുക്കൊരു സിദ്ധദേഹമുണ്ട്, ഒരു സ്വരൂപ നാമുണ്ട്.
ഇത് ചേഞ്ച് ആവുമോ? അല്ലേ? ഇപ്പോ സുജിത് ചന്ദ്രന് ഒരു സ്പിരിച്വൽ നെയിം കിട്ടിയിട്ടുണ്ട്, സുജയ് ഗൗരചന്ദ്ര പ്രഭു, അല്ലേ? അപ്പൊ ആ സുജയ് ഗൗരചന്ദ്ര ദാസ്, രൂപേശ്വരി വിഷ്ണുപ്രിയ ദേവിദാസി. അപ്പൊ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് ഏതാണ്? ദാസ്. ദാസ് ആൻഡ് ദാസ് and ദേവി ദാസി, ദാസി. അല്ലെ? ഇത് ഒരിക്കലും ചേഞ്ച് ആവില്ല. ഒരിക്കലും ചേഞ്ച് ആവില്ല. ദാസ് ആൻഡ് ദാസി, ദാറ്റ് ഈസ് അവർ എറ്റേണൽ ഐഡന്റിറ്റി. ഈ ഐഡന്റിറ്റി നശിക്കും. സുജിത് ചന്ദ്രൻ എന്നുള്ള പേര് ഒരു 100 കൊല്ലത്തിലും അങ്ങോട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് വേറെ 100 കൊല്ലം പോരെ പ്രഭുജി? ധാരാളം. അത്രയും വേണ്ടായിരുന്നു പ്രഭു. അതിനുശേഷം പേര് മാറും. അപ്പൊ ആധ്യാത്മിക നാമം കിട്ടും, എറ്റേണൽ നെയിം, സ്വരൂപ സിദ്ധി സ്വരൂപ നാം. അപ്പൊ ഈ സുജയ് ഗൗരചന്ദ്രദാസ്, രൂപേശ്വരി വിഷ്ണുപ്രിയ ദേവിദാസി, ഇത് എറ്റേണൽ നെയിം ആണോ? അല്ല പ്രഭു. ദാസനും ദാസിയും മാത്രമല്ല പ്രഭുജി എറ്റേണൽ. ഈ പേരിലൂടെ നമുക്ക് എറ്റേണൽ ഐഡന്റിറ്റിയിലേക്ക് പോകാൻ പറ്റും. ഇതാണ് ഒരു വയ മീഡിയം. ഭഗവാൻ നമ്മളെ ഇപ്പൊ സ്പിരിച്വൽ ഇനീഷ്യേഷന് ശേഷം നമ്മളെ വിളിക്കുന്നത് സ്പിരിച്വൽ നെയിമോട് കൂടിയിട്ടായിരിക്കും ഭഗവാൻ. നമുക്ക് വിളി കേൾക്കില്ല, കാരണം വെച്ചാൽ അതിനുള്ള ക്വാളിറ്റി, അതിനുള്ള യോഗ്യത, അതിന്റെ ക്വാളിഫിക്കേഷൻ നമുക്കില്ല. പക്ഷെ ഭഗവാൻ നമ്മളെ വിളിക്കുന്നുണ്ടെങ്കിൽ ഈ പേരിലായിരിക്കും, നമുക്ക് തന്ന ആ ദീക്ഷാ നാമത്തിലായിരിക്കും. പക്ഷെ ആ ദീക്ഷാ നാമം ഈവൻ നമുക്ക് വളരെ ഭയങ്കര ഈഗോസ്റ്റിക്കാണ് വിചാരിക്കുക. എനിക്ക് അതായത് എൻ്റെ പേരിനോടാണ് എനിക്ക് കൂടുതൽ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈവൻ എൻ്റെ പേര് തന്നെ ഞാൻ മനനം ചെയ്താൽ മതി, എനിക്ക് മുക്തി കിട്ടും, എനിക്ക് ഭഗവദ്ധാമിൽ പോകാം. കാരണം അതും ഭഗവാന്റെ പേരാണ്, ഭഗവാന്റെ ദാസന്റെ പേരാണ്. അപ്പൊ ഈ പേര് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മളുടെ സിദ്ധദേഹം സ്വരൂപനാമം കിട്ടിയിട്ട് ഭഗവദ്ധാമിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് എറ്റേണലാണ്. അപ്പൊ എറ്റേണലായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഒരു യൂണിക് ഫോമുണ്ട്, യൂണിക് നെയിമുണ്ട്, യൂണിക് സർവീസ് ഉണ്ട്. ഇത് ഒരാൾക്കും എടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേറെ കോമ്പറ്റീഷൻ ഇല്ല. ഓക്കെ, ഇപ്പൊ നമ്മളുടെ ഒരു ഇവിടെ ഭൗതിക ലോകത്തിൽ ഒരു സേവ കിട്ടുകയാണെങ്കിൽ, അയ്യോ എനിക്ക് ആ സേവ കിട്ടിയില്ല കേട്ടോ, എനിക്ക് ആ സേവ മതിയായിരുന്നു, എനിക്ക് പ്രീച്ചിങ് സേവ കിട്ടിയില്ല, എനിക്ക് കീർത്തൻ സേവ കിട്ടിയില്ല, എനിക്ക് ക്ലീനിങ് സേവ കിട്ടിയുള്ളൂ, എനിക്ക് ഡേറ്റി സേവ കിട്ടിയില്ല. ഇവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്, എനിക്കത് വേണം, ഇത് വേണം. പക്ഷേ സ്പിരിച്വൽ വേൾഡിൽ അങ്ങനെയല്ല. എന്താണ്? എല്ലാവരുടെയും സേവ, ഭഗവാനോടുള്ള ആ സേവ യുണീക്കാണ്. ഞാൻ ചെയ്യുന്ന ഒരു സേവയും നിങ്ങൾക്ക് ആർക്കും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ചെയ്യുന്ന ഓരോ സേവയും വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഭഗവാനോടുള്ള ആ സേവ, എവറിത്തിങ് ഈസ് യുണീക്ക്. അപ്പൊ അതുകൊണ്ട് ഒരാളെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ കമ്പനിയിൽ ഒരാൾ പോയാൽ, ഒരു ജനറൽ മാനേജർ ലീവ് പോയി അല്ലെങ്കിൽ റിട്ടയർ ചെയ്ത് പോയി, അതിന് വേറെ റീപ്ലേസ്മെന്റ് വരാൻ പറ്റും അല്ലേ? ഇപ്പോൾ എൻ്റെ വേക്കൻസി, ഞാൻ ഇവിടെ ഭൗതിക ലോകത്തിനാണ്, ഞാൻ ഭഗവാനെ സേവിക്കുന്നില്ല. അപ്പൊ ഭഗവാനെ ഞാൻ സേവിച്ചിരുന്നു ഭഗവദ്ധാമില്. ഞാൻ ഇവിടെ വന്നുകൊണ്ട് ആ വേക്കൻസി അവിടെ ഫില്ലാവുന്നില്ല. ഞാൻ തിരിച്ചു പോയാൽ മാത്രമേ ഞാൻ എൻ്റെ പെർട്ടിക്കുലർ യുണീക് വേയിലുള്ള സർവീസ് ഭഗവാന് കിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മളെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഭഗവാനാണ് നമ്മളെ തിരിച്ചു വിളിക്കാൻ. കാരണം വെച്ചാൽ എൻ്റെ ഒഴിവ് എപ്പോഴും അവിടെയുണ്ട്, എൻ്റെ ഒഴിവ് ഇപ്പോഴും അവിടെയുണ്ട്. അപ്പൊ ഇതിനെ റീപ്ലേസ് ചെയ്യാൻ വേറെ ആളില്ല. അതുകൊണ്ട് അവിടെ ഒരു കോമ്പറ്റീഷൻ വരുന്നില്ല, അയ്യോ എനിക്ക് ഈ സേവ കിട്ടിയില്ല, ആ സേവ കിട്ടിയില്ല, അതില്ല. അപ്പൊ ഓരോരുത്തരുടെയും സേവ യുണീക്കാണ്. അതുകൊണ്ട് ഭഗവദ്ധാമിൽ പോകുമ്പോൾ അവരോർക്കുള്ള സേവ അവരുടെ സിദ്ധദേഹത്തില്, സിദ്ധനാമത്തില്, സിദ്ധസേവയില് നമുക്ക് ഏർപ്പെടാം. കോമ്പറ്റീഷനേ ഇല്ല. അപ്പൊ അവിടെ തമ്മിത്തല്ലില്ല സ്വർഗത്തില്. എല്ലാവരും അവരുടെ ആ ദേഹത്തില്, അവരുടെ രൂപത്തില്, അവരുടെ നാമത്തില്, അവരുടെ സേവയില് സാറ്റിസ്ഫാക്ഷൻ ആണ് എല്ലാവർക്കും കിട്ടുന്നത്. അപ്പൊ ഇതെല്ലാം എറ്റേണൽ ആണ്. മറ്റതെന്താണ്? ടെമ്പററി ആണ്. ഇപ്പൊ നമ്മൾ കാണുന്നതെല്ലാം ടെമ്പററി ആണ്. ഭൗതിക ലോകത്തില് ഭഗവാനായിട്ട് റിലേഷൻ ഇല്ലാത്ത, ബന്ധമില്ലാത്ത ഏതൊരു കാര്യവും ടെമ്പററി ആണ്. അത് പെരിഷബിൾ ആണ്,
അത് കുറച്ച് കാലത്തിന് മാത്രമേ ഉള്ളൂ. അത് സമയത്തിന്റെ ആ ഒരു കോഴ്സ് അനുസരിച്ച് മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതാണ് ഭഗവാൻ പറയുന്നത്, ഞാനല്ലാതെ വേറൊരു സത്യമില്ല. മതഃ പരതരം ന അന്യത്. ഞാനാണ് സത്യം, പരമസത്യം, അതല്ലാതെ വേറൊരു സത്യമില്ല. അപ്പൊ ഭഗവാൻ സൃഷ്ടിയുടെ തുടക്കം കാരണമാണ്, മധ്യമാണ്, അവസാനമാണ്. എല്ലാ ശാസ്ത്രങ്ങളിലും സ്പിരിച്വൽ സയൻസ്, ദാറ്റ് ഈസ് എ ടോപ്പ് മോസ്റ്റ്. എല്ലാ യുക്തിവാദത്തിലും അതിന്റെ കൺക്ലൂസീവ് ട്രൂത്ത് അവസാനം ചെന്നെത്തുന്നത് പരമസത്യമായിട്ടുള്ള ഭഗവാനിലാണ് എന്നിവിടെ പറയും. So among the created manifestations, the first is the creation of the total material elements. നമുക്കറിയാം, കൂടുതൽ ഒരുപാട് തവണ നമ്മൾ ഇതല്ലേ. അപ്പോ മഹത്തത്വ മെറ്റീരിയൽ എലിമെന്റ്സ് അല്ലെ, ഇതാണ് ക്രിയേറ്റഡ് മാനിഫെസ്റ്റേഷനിലെ the first creation, Mahatattva, material elements. As explained before, the cosmic manifestation is created and conducted by Mahavishnu, Garbhodasai Vishnu and Kshirodasai Vishnu. And then again, it is annihilated by Lord Shiva. Brahma is a secondary creator. അപ്പൊ ഈ നമ്മുടെ ഭൗതിക ലോകം തുടങ്ങുന്ന എവിടുന്നാണ്? ഭൗതിക ലോകത്തിന്റെ ആരംഭം എവിടുന്നാണ്? ഏത് വിഷ്ണു എന്നാണ്? മഹാവിഷ്ണു. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാവിഷ്ണു അല്ലെങ്കിൽ കാരണോസാ വിഷ്ണു. അപ്പൊ നമ്മളുടെ ഭൗതിക ലോകത്തിന്റെ ആരംഭം മഹാവിഷ്ണു. അതുകൊണ്ടാണ് എല്ലാവരും ആരെ പ്രാർത്ഥിക്കുന്നത്? മഹാവിഷ്ണുവിനെ. സോ ഹീസ് ദ ക്രിയേറ്റർ, ഹീസ് ദ സുപ്രീം. പക്ഷെ ആ മഹാവിഷ്ണുവിനും ഒരു സോഴ്സ് ഉണ്ട് എന്നുള്ളത് നമ്മുടെ എല്ലാ ഗ്രന്ഥങ്ങളും പറഞ്ഞു കൊടുക്കുന്നില്ല. ഇതിന്റെ സോഴ്സിന്റെ, അതായത് മഹാവിഷ്ണു ഈസ് ദ പോർഷൻ ഓഫ് ദ പോർഷൻ ഓഫ് ദ പോർഷൻ ഓഫ് ദ പോർഷൻ ഓഫ് ലോർഡ് കൃഷ്ണ എന്നുള്ള ആ ഒരു ജ്ഞാനം എല്ലാ ഗ്രന്ഥങ്ങളും, ഈവൻ ഉപനിഷത്തോ വേദങ്ങളൊന്നും കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നില്ല. അത് നമുക്ക് എവിടുന്നാണ് കിട്ടുന്നത്? ചൈതന്യ ചരിതാമൃതം. ചൈതന്യ ചരിതാമൃതം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ 3 വിഷ്ണുമാരെയും ഇതിന്റെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയും അതിനു മുമ്പുള്ള ഗോലോക വൃന്ദാവനത്തിന്റെയും പറ്റിയിട്ടും എല്ലാം ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അല്ലെ. അപ്പോ ഭഗവാന്റെ സൃഷ്ടിയുടെ ആരംഭം മഹാവിഷ്ണു. അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് വിഷ്ണു വിഷ്ണു വിഷ്ണു. വിഷ്ണു ആണ് തുടക്കം. സോ വിഷ്ണു ഇസ് എ സുപ്രീം. യെസ്, വിഷ്ണു ഇസ് സുപ്രീം, നോ ഡൗട്ട്. പക്ഷെ ആ വിഷ്ണുവിനും ഒരു സോഴ്സ് ഉണ്ട് എന്നുള്ളത് ആരും ഓർക്കുന്നില്ല. അതുകൊണ്ടാണ് ബ്രഹ്മാവിന്റെ ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് ഭഗവാൻ സ്വയം ഈ അറിവ് വെളിപ്പെടുത്തി കൊടുത്തത്. എന്താണ്? ഈശ്വര പരമകൃഷ്ണ. ഈശ്വര പരമ വിഷ്ണു എന്നല്ല പറഞ്ഞവിടെ. വിഷ്ണു ആയിരുന്നെങ്കിൽ ഈശ്വര പരമ വിഷ്ണു എന്ന് പറയാമായിരുന്നു അല്ലെ, നാരായണ എന്ന് പറയാമായിരുന്നു. പറഞ്ഞില്ല. ഈശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ, അനാദിർ ആദിർ ഗോവിന്ദ സർവകാരണകാരൻ. അവിടെ കൃഷ്ണ ഇത് എപ്പോ? കൃഷ്ണൻ ജനിക്കുന്നതിന് മുമ്പുള്ളതല്ലേ. ബ്രഹ്മാവിന്റെ റിയലൈസേഷൻ, ബ്രഹ്മാവിന്റെ മെഡിറ്റേറ്റീവ് ആ സമയത്ത് കിട്ടിയിട്ടുള്ള വിവരമല്ലേ ഇത്. അന്നിവിടെ കൃഷ്ണൻ 5000 വർഷം മുമ്പിലൊക്കെ ജനിച്ചിട്ടുള്ളൂ. അല്ലേ? ശ്രീകൃഷ്ണ ഭഗവാൻ അന്ന് ജനിച്ചിട്ടില്ലല്ലോ, അന്ന് അപ്പിയർ ആയിട്ടില്ല. അപ്പൊ എവിടുന്ന് ഈ കൃഷ്ണൻ വന്നു? അപ്പൊ അതുപോലെ നമ്മളുടെ ഉപനിഷത്തുകളിലും വേദങ്ങളിലും കൃഷ്ണന്റെ വാക്ക് വ്യാസദേവനെ എഴുതിയിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് അതൊന്നും ആ കാലത്തുള്ള ഇതല്ല. ഇതെല്ലാം ക്രിയേഷന്റെ സമയത്തുള്ള പല സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ എഴുതിയിട്ടുള്ള ഇതാണ്. 5000 വർഷം മുമ്പ് എഴുതിയെന്ന് മാത്രം. ഉപനിഷത്തുകളിലും പുരാണങ്ങളിലും കൃഷ്ണനെ പറ്റി പ്രതിപാദിക്കുന്ന എന്താണ്? ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹം, അദ്ദേഹത്തിന്റെ രൂപം എങ്ങനെയുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിഷ്ണു യെസ് ഈ പ്രപഞ്ചത്തിന്റെ നാഥനാണ്. ആ വിഷ്ണു ഭഗവാൻ കൃഷ്ണന്റെ എക്സ്പാൻഷൻ കൂടിയല്ല. എക്സ്പാൻഷന്റെ അങ്ങനെ. ദാറ്റ് ഈസ് വിഷ്ണുസ് പൊസിഷൻ.
As explained before, the cosmic manifestation is created and conducted by Mahavishnu. Complete ഭൗതിക പ്രപഞ്ചത്തിന്റെ ക്രിയേഷനും മെയിൻ്റനൻസും ഇതെല്ലാം അനിഹിലേഷനും നടത്തിക്കുന്നത് മഹാവിഷ്ണുവാണ്. പിന്നെ അദ്ദേഹം അതിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എക്സ്പാൻഷൻ ചെയ്യുന്നു. ഗർഭോസായ വിഷ്ണു, പിന്നെ ഷിരോസായ വിഷ്ണു, പിന്നെ സെക്കൻഡറി ക്രിയേഷന് വേണ്ടിയിട്ട് ബ്രഹ്മാവിനെ അത് അസൈൻ ചെയ്യുന്നു. ഡിസ്ട്രക്ഷന് വേണ്ടിയിട്ട് ലോർഡ് ശിവനെ അസൈൻ ചെയ്യുന്നു. അൾട്ടിമേറ്റ്ലി അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് Mahavishnu. So Brahma is the secondary creator. All these agents are creation. All these agents of creation, maintenance and annihilation are incarnation of the material qualities of Supreme Lord. ഭഗവാന്റെ ഭൗതിക ഗുണങ്ങളെ കൊണ്ടാണ് ഈ കംപ്ലീറ്റ് നടക്കുന്നത്. അപ്പൊ ഈ പ്രപഞ്ചം മുഴുവനെ 3 ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഭഗവാൻ തന്നെ തന്നിരിക്കുന്ന ഭൗതിക ഗുണങ്ങൾ എന്താണ്? സത്വ, രജസ്, തമോ ഗുണങ്ങൾ. സോ അനേഷൻ ആർ ഇൻകാർണേഷൻ ഓഫ് ദ മെറ്റീരിയൽ ക്വാളിറ്റീസ് ഓഫ് ദ സുപ്രീം ലോർഡ്. അതായത് ബ്രഹ്മാവ് രജോ ഗുണത്തിലും, വിഷ്ണു സത്വഗുണത്തിലും, ശിവൻ ഏതാണ്? തമോ ഗുണത്തിന്റെയും അധിപന്മാരാണ്. ഈ 3 ഗുണമുണ്ടെങ്കിൽ പ്രപഞ്ചം ഫങ്ഷൻ ചെയ്യുള്ളൂ. ഓരോരുത്തർക്കും ഓരോ പോർട്ട്ഫോളിയോ, ഓരോ ഡിപ്പാർട്ട്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള പോർട്ട്ഫോളിയോ എന്താണ്? മെയിൻ്റനൻസ്. അത് സ്വയം ഏറ്റെടുത്തു. കാരണം ക്രിയേഷൻ ഈസ് pretty easy, destruction is easy, but maintenance is very difficult. സാധാരണ നമ്മളുടെ മലയാളികൾ ഗൾഫിൽ പോയിട്ട് കുറേ പൈസ സമ്പാദിച്ചിട്ട് വലിയ ബംഗ്ലാവ് ഉണ്ടാക്കും. ഓക്കെ, 5 റൂം, 6 റൂം, 8 റൂം, 2-3 നിലയ്ക്കുള്ളത് വലിയത്, എല്ലാ പൈസയും കൊണ്ടിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യും. അത് അവസാനം മെയിൻറ്റെയിൻ ചെയ്യാൻ പൈസ ഇല്ല. അപ്പോൾ നമ്മളുടെ സ്ഥിതി അങ്ങനെയാണ്. നമുക്ക് ക്രിയേഷൻ അറിയാം, ഡിസ്ട്രക്ഷൻ അറിയാം, പക്ഷെ മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയില്ല. പക്ഷെ അതുകൊണ്ടാണ് ഭഗവാൻ സ്വയം മെയിൻ്റനൻസ് ഏറ്റെടുത്തിരിക്കുന്നത്. അത് എന്തിനാണ് മെയിൻ്റനൻസ്? സത്വഗുണത്തിലാണ്. ക്രിയേഷൻ രജോ ഗുണത്തിലാണ്. ആൻഡ് ഡിസ്ട്രക്ഷൻ തമോ ഗുണത്തിലാണ്. So all these agents of creation, maintenance and annihilation are incarnation of the material qualities of the Supreme Lord, Brahma, Vishnu, Maheshwara. Therefore, he is the beginning, the middle and the end of all creation. For advanced education, there are various kinds of books of knowledge such as the 4 Vedas, their 6 supplements, the Vedanta Sutra, books of logic, books of religiosity and the Puranas. Okay. So altogether, there are 14 divisions of books of education. Of this, the book which presents Adhyatmiya Vidya, spiritual knowledge, in particular, the Vedanta Sutra represents Krishna. So, different 14 divisions of books of education. അപ്പൊ അതിൻ്റെ ക്രീമാണ് എന്താണ്? ആധ്യാത്മിക വിദ്യ അല്ലെങ്കിൽ സ്പിരിച്വൽ നോളജ്. അപ്പൊ അതിനെന്താണ് പറയുന്നത്? വേദാന്ത സൂത്ര. അതിന്റെ റെപ്രസെന്റേറ്റീവ് ആണ് കൃഷ്ണൻ. സോ എമംഗ് logicians there are different kinds of argument supporting one's argument with evidence that also supports the opposing side is called jalpa. Merely trying to defeat one's opponent is called vidanda, but the actual conclusion is called vada. This conclusive truth is a representation of Krishna. അപ്പോൾ ആർഗ്യുമെന്റിലും പല ആസ്പെക്ട്സ് ഉണ്ട്. ജൽപ, വിദണ്ഡ, വാദ, ഇങ്ങനെ ഡിഫറെന്റ് ആസ്പെക്ട്സ് ഉണ്ട്. അപ്പൊ അതിന്റെ കൺക്ലൂസീവ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ആൾസോ റെപ്രസെന്റേഷൻ ഓഫ് കൃഷ്ണ. ഇതാണ് ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ ആ ഒരു ശ്രേഷ്ഠത, മഹത്വം, ഓപ്പുലൻസ് ശ്ലോകത്തിൽ പറയുന്നത്. Hare Krishna. അപ്പൊ എന്തെങ്കിലും any questions or comments?
ഇല്ലെങ്കിൽ നെക്സ്റ്റ് ശ്ലോകത്തിൽ പോവാം. 33. അക്ഷരാണാം അകാരോസ്മി ദ്വന്ദ്വസം സമാസി കസ്യ ച അഹം ഏവാക്ഷയാ കാലോ ധാതാഹം വിശ്വതോമുഖ. അക്ഷരാണാം അകാരോസ്മി ദ്വന്ദ്വസമാസി കസ്യ ച അഹം ഏവാക്ഷയാ കാലോ ധാതാഹം വിശ്വതോമുഖ. രൂപശ്രീ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. അക്ഷരാണാമകാരോസ്മി ദ്വന്ദ്വസാമാസികസ്യ ച അഹമേവാക്ഷയാ കാലോ ധാതാഹം വിശ്വതോ മുഖഃ. അർച്ചന മാതാജി. ഹരേ കൃഷ്ണ. അക്ഷരാണാമകാരോസ്മി ദ്വന്ദ്വസമാസികസ്യ ച അഹമേവാക്ഷയാ കാലേ താതാഹം വിശ്വതോമുഖ. ഹരി ഓം. ബബിത മാതാജി. हरे कृष्ण अक्षराणाम् अकारोऽस्मि द्वन्द्वावः समासिकस्य च अहम् एव कस्याः कालो दाताहं विश्वातो मुखः. പാർവതി മാതാജി. हरे कृष्ण. अक्षराणामकारोऽस्मि द्वन्द्वसामासिकस्य च अहम् एवाक्षयो कालो दाताहं विश्वतो मुखः. ട്രാൻസ്ലേഷൻ സുജയ് പ്രഭു. Hare Krishna Prabhu. Of letters, I am the letter A, and among compound words, I am the dual compound. I am also inexhaustible time, and of creators, I am Brahma. Hare Krishna Prabhu. വെരി ഗുഡ്. ഹരേ കൃഷ്ണ പ്രഭുജി. മലയാളം വായിക്കട്ടെ. വായിച്ചോളൂ വായിച്ചോളൂ. അക്ഷരങ്ങളിൽ അകാരവും സമാസങ്ങളിൽ ദ്വന്ദ് സമാസവുമാണ് ഞാൻ. അനവസാനമായ കാലവും സൃഷ്ടികർത്താക്കളിൽ ബ്രഹ്മാവും ഞാനാണ്. ഹരേ കൃഷ്ണ പ്രഭുജി. Very good. Of letters, I am the letter A, and among compound words, I am the dual compound. I am also inexhaustible time, and creators, and of creators, I am Brahma. Okay. അക്ഷരത്തില് A, alpha, അല്ലെ, സ്റ്റാർട്ടിംഗ് ലെറ്റർ. ആ അല്ലെ. പിന്നെ കോമ്പൗണ്ട് വേർഡ്സില് ഡ്യുവൽ കോമ്പൗണ്ട്. ടൈം inexhaustible ആണ്. And creators, Brahma, secondary creator. So Akara, the first letter of Sanskrit alphabet, is the beginning of Vedic literature. ഭഗവാന്റെ ആ ബ്രീതിങ്, ശ്വാസം വിടുമ്പോഴുള്ള ആ സൗണ്ട് എന്താണ്? ആദ്യത്തെ ലെറ്ററിലാണ് തുടങ്ങി. AUM അല്ലെ, ഓം. അകാര തുടങ്ങുന്നത് തന്നെ എന്താണ്? ഓം എന്നുള്ളത് AUM. Akara, first letter of the Sanskrit alphabet. It is the beginning of the Vedic literature. Without Akara, nothing can be sounded. ഈ സൗണ്ട് ഇല്ലാണ്ട് ഒരു വേർഡും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. സൗണ്ടും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. Therefore, it is the beginning of sound. In Sanskrit, there are also many compound words, of which the dual word like Rama, Krishna is called Dvanda. Compound word on Rama, Krishna. അതേപോലെ ഒരുപാട് കോമ്പൗണ്ട് വേർഡ്സ് ഉണ്ട്. Of which the dual word like Rama, Krishna is called Dvanda. In this compound, the words Rama and Krishna have the same form, and therefore the compound is called dual. ഇതാണ് പ്രഭുപാദ അതിന്റെ പർപ്പുള്ളിൽ പറയുന്നത്. അപ്പൊ ഈ ദ്വന്ദ്വത്തിലെ രണ്ടിന്റെയും സെയിം ഫോമാണ്, അതുകൊണ്ട് അതിനെ ഡ്യുവൽ എന്ന് വിളിക്കുന്നു. അതിന്റെ സെയിം മീനിങ്, same form, same meaning, and therefore the compound is called dual. The Sanskrit പഠിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റും. ഞാനിത് ജസ്റ്റ് വായിക്കുന്നത് മാത്രം, എനിക്കറിയില്ല. So among all kinds of killers, time is the ultimate because time kills everything. നമ്മൾ പറയുന്നത് time kills everything. സമയമാണ് എല്ലാറ്റിനെയും നശിപ്പിക്കുന്നത്. So time is the representative of Krishna. Aham kalosmi. കാലോസ്മി അഹം, ഞാൻ സമയമാകുന്നു.
ആ സമയം എങ്ങനെയാണ് നമ്മളെല്ലാവരെയും ക്ഷയിപ്പിക്കുന്നത്, നശിപ്പിക്കുന്നത് എന്ന് നമ്മളുടെ കണ്ണിന്റെ മുമ്പിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ടും നമുക്കത് മനസ്സിലാക്കാനുള്ള കഴിവില്ല. നമ്മൾ എങ്ങനെ ആയിരുന്നു, എങ്ങനെയാണ്, ഇനി എങ്ങനെയാവും, ഇതൊക്കെ നമ്മളുടെ സ്വയം മനസ്സിലാക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ അനുഭവമുണ്ട് ഓരോരുത്തരും, അല്ലെ? എന്തിനൊരു ഫ്ലവർ, ഒരു ഒരു പൂവ് രാവിലെ നമുക്കത് വളരെ ഫ്രഷായി, വൈകുന്നേരം വന്ന് ആലോചിച്ചു എന്തായിരിക്കും, പിറ്റേ ദിവസം എന്തായിരിക്കും. നമ്മുടെ കണ്ണിന് മുമ്പിൽ എല്ലാം കണ്ടത്, എല്ലാം ടൈം ഈസ് കില്ലിങ് എവറിത്തിങ് ആൻഡ് എവ്രി വൺ, ബട്ട് സ്റ്റിൽ വി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. അപ്പൊ അതും ആരാണ്? ഭഗവാൻ കൃഷ്ണന്റെ റെപ്രസെന്റേറ്റീവ്. So among all kinds of killers, time is the ultimate because time kills everything. നമ്മളുടെ എല്ലാ നല്ലതും ചീത്തയായിട്ടുള്ള ഓർമ്മകളെയും സമയം നശിപ്പിക്കും, അല്ലെ? കുട്ടിക്കാലത്ത് ഒരുപാട് കയ്പുള്ള അനുഭവം ഉണ്ടായിരിക്കും, മധുരമുള്ള അനുഭവം ഉണ്ടായിരിക്കും. അതെല്ലാം നമ്മൾ ഓർക്കുന്നുള്ളൂ. പിന്നെയും മധുരമുള്ളതും മറക്കും, കയ്പുള്ളത് ഓർമ്മിക്കും കുറച്ചെങ്കിലും. അതാണ് നമ്മളുടെ സ്വഭാവം. നേരെ മറിച്ചാണ് വേണ്ടത്. കയ്പുള്ളത് മറക്കണം, മധുരമുള്ളത് ഓർക്കണം. കാരണം എസ്പെഷ്യലി വെൻ സംബഡി ആസ് ഹെൽപ്ലെസ്, എസ്പെഷ്യലി വളരെ ഒരു അത്രയും അത്യാവശ്യമുള്ള സമയത്ത് വല്ലവരും നമുക്ക് സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും നമുക്ക് ഓർക്കാം. നമ്മളത് വളരെ കൺവീനിയൻ്റ്ലി മറക്കും. നമ്മൾ മറ്റുള്ളവർക്ക് സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഓർക്കും. മറ്റുള്ളവർ നമ്മളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വളരെ ഈസി ആയിട്ട് മറക്കും. നമ്മളെന്താണ്, നമുക്ക് വല്ലവരും സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഏത് തരത്തിലായിക്കോട്ടെ, ആ സമയത്ത് കിട്ടുന്നൊരു സഹായം അതായിരിക്കും നമ്മളുടെ ഒരു ജീവിതത്തിന്റെ വഴിത്തിരിവ് തന്നെ. അപ്പൊ അങ്ങനത്തെ ഒന്നും നമ്മൾ മറക്കാൻ പാടില്ല ഒരാളെ. പക്ഷെ നമ്മൾ വല്ലവർക്കും അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മറക്കണം. ടൈം കിൽസ് എവറിത്തിങ് സ്ലോലി ഓർ ഗ്രാജുവലി. നമ്മളൊരു 10 കൊല്ലം മുമ്പേ ഒരു ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ടായിട്ടോ ഒരു 1-2 കൊല്ലം നല്ലൊരു റിലേഷൻഷിപ്പിലായിരുന്നു, അവര് സ്ഥലം മാറിപ്പോയി. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ, ഔട്ട് ഓഫ് സൈറ്റ് ഔട്ട് ഓഫ് മൈൻഡ്. നമ്മൾ ചിലപ്പോൾ ഓർക്കും കൂടി ഉണ്ടായിരിക്കില്ല. ചില സമയത്ത് പേരൊന്നും റീകളക്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക്. ചില ആൾക്കാരുടെ പറയുമ്പോൾ നല്ല പരിചയം ഉണ്ടായിരിക്കും, അല്ലേ? അങ്ങനെ അനുഭവം ഇല്ലേ നിങ്ങൾക്കൊന്നും ആർക്കും? വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ, വളരെ ക്ലോസ്, കുറെ കാലം നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരിക്കും. പക്ഷെ കുറെ കാലത്തെ ആ ഒരു സെപ്പറേഷൻ ശേഷം ചിലപ്പോൾ ആളെ കാണുമ്പോൾ നല്ല പരിചയമുണ്ട്, പക്ഷെ പേര് ചിലപ്പോൾ റീകളക്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അനുഭവം ഉണ്ടോ? യെസ്, സമയം, ടൈം ഡിസ്ട്രോയ്സ് എവരിതിങ്. നമ്മുടെ മെമ്മറിയിൽ നിന്നും അത് ഇറേസ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ നമ്മളുടെ മെമ്മറിയിൽ നിന്ന് ഇറേസ് ചെയ്താലും നമ്മളുടെ ആ മൈൻഡിലെ ഇംപ്രഷൻ എപ്പോഴും ഉണ്ടായിരിക്കും കേട്ടോ. ഈവൻ നെക്സ്റ്റ് ലൈഫിലും കൂടി ആ ഒരു വ്യക്തിയെ ആ ഫോമിലായിരിക്കില്ല നമ്മൾ കാണുന്നത്, വേറൊരു ഫോമിലായിരിക്കും. പക്ഷെ നമുക്ക് നല്ലൊരു കണ്ടു പരിചയം, ഒരു നല്ലൊരു വേവ് ലെങ്ത്, ഐ ലൈക്ക് ദാറ്റ് പേഴ്സൺ. എനിക്ക് കാണുമ്പോൾ തന്നെ ഒരു അട്രാക്ഷൻ. എന്താണ് കാരണം? ആ മെമ്മറി തിരിച്ച് ആരാണ് തരുന്നത്? അല്ലെ? ആദ്യമായിട്ട് കാണായിരിക്കും, ഒരു വ്യക്തി ആദ്യമായിട്ട് കാണായിരിക്കും. പക്ഷെ എന്തോ സംതിങ്, ചില ആദ്യമായിട്ട് ആയിരിക്കും, പക്ഷെ ഐ ഡോണ്ട് വാണ്ട് ടു സീ ഹിം. എന്തോ എനിക്ക് ഒരു ഇഷ്ടം തോന്നുന്നില്ല, ഐ ജസ്റ്റ് വാണ്ട് ടു കീപ് എവേ. അതും ചില കയ്പ് നിറഞ്ഞ അനുഭവത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും ഏതോ ഒരു ജന്മത്തില്. അപ്പൊ നമുക്ക് മറവിയും ഓർമ്മയും ബുദ്ധിയും ഇതെല്ലാം തരുന്ന ആരാണ്? സർവസ്യ ചാഹം ഗതി സന്നിവിഷ്ടോ മതഃ സ്മൃതി ജ്ഞാനം അപോഹനം ച, അല്ലേ? ഇതെല്ലാം ഭഗവാൻ തന്നെ തരുന്നു, അല്ലേ? നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിരിക്കും, ഏതെങ്കിലും ഒരാളെ കാണുമ്പോൾ ഒരു അടുപ്പം തോന്നുന്നു, നമുക്ക് അവരോട് സംസാരിക്കാൻ, അവരോട് ഇടപഴകാൻ, അവരോട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ. അങ്ങനെ ഒരു ഫീലിംഗ് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഫസ്റ്റ് ഉറപ്പായിട്ടും ആ ഫസ്റ്റ് മീറ്റിങ്ങിൽ തന്നെ നമ്മളായിട്ട് എന്തൊരു ബന്ധമുണ്ട്. അതെല്ലാം എന്താണ്? എറ്റേണൽ ടൈം.
അതിലും ഭഗവാനാണ്. അപ്പൊ ഇത് നമുക്ക് തരുന്ന നമ്മളുടെ ജ്ഞാനവും നമ്മളുടെ മെമ്മറിയും ഓർമ്മയും നമ്മളുടെ മറവിയും ഇതെല്ലാം ഭഗവാൻ തന്നെയാണ്. സോ എവറിഥിങ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എവറിഥിങ് ഈസ് ഗോഡ് കൃഷ്ണ. സോ among all kind of killers, time is the ultimate because time kills everything. എല്ലാം നശിപ്പിക്കും. Time is the representative of Krishna because in due course of time there will be a great fire and everything will be annihilated. നമുക്കറിയാം നമ്മളുടെ ലൈഫ് സ്പാൻ, നമ്മളുടെ ഡ്യൂറേഷൻ നമുക്ക് ഓരോരുത്തർക്കും അറിയാം. മാക്സിമം നമ്മൾ ഇത്രേ പോകുള്ളൂ. അല്ല, ഞാൻ സുജയപ്രഭുവിന് 100 വർഷം ആയുസ് നന്നായിട്ട് ഹെൽത്തി ആയിട്ട് ജീവിക്കട്ടെ എന്നുണ്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതിലും ഇത് പോവോ? പോയാലും 102, 103, 104 കഴിഞ്ഞ ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും പോകണം. അതേപോലെ ഈ പ്രപഞ്ചത്തിനൊരു സമയമുണ്ട്. എന്താണ് ഈ പ്രപഞ്ചത്തിന്റെ ഡ്യൂറേഷൻ? എന്താണ്? പ്രളയങ്ങളല്ലേ പ്രഭുജി? ബ്രഹ്മാവിന്റെ ബ്രഹ്മാവിന്റെ ലൈഫ് സ്പാൻ, ലൈഫ് ഡ്യൂറേഷൻ. അത് കഴിഞ്ഞാൽ എല്ലാം പോയി. എവറിത്തിങ് ഈസ് അൺമാനിഫെസ്റ്റഡ് ആയി, ബിക്കംസ് അൺമാനിഫെസ്റ്റഡ്. വീണ്ടും മഹാവിഷ്ണു ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ, എക്സലേഷൻ ചെയ്യുമ്പോൾ വീണ്ടും ബ്രഹ്മാണ്ടങ്ങൾ വരുന്നു. സോ ഈ പ്രക്രിയ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ പ്രക്രിയ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് ഇവിടെ പറയുന്നത്. But time is a representative of Krishna because in due course time there will be a great fire and everything will be annihilated. എല്ലാം നശിക്കും. Among the living entities who are creators, Brahma, who has 4 heads, is the chief. Therefore, he is a representative of the Supreme Lord Krishna. അപ്പോൾ ക്രിയേഷൻ, സൃഷ്ടി, സ്രഷ്ടാവ് ആരാണ്? ബ്രഹ്മ. അപ്പൊ ഈ ബ്രഹ്മാവിന് 4 തലയുണ്ട്. എല്ലാ ഡയറക്ഷനിലേക്കും അദ്ദേഹത്തിന് കാണാൻ പറ്റും. നമുക്ക് തല തിരിക്കണം, ബ്രഹ്മാവിന്റെ ആവശ്യമില്ല. എല്ലാ ദിക്കിനും കാണുന്നുണ്ട്. ആരൊക്കെ എന്തൊക്കെ എവിടെയൊക്കെ ചെയ്യുന്ന, എന്തെല്ലാം ചെയ്യുന്ന എല്ലാം അറിയാം. സോ ഈസ് ദ ചീഫ്. അതും ഭഗവാന്റെ റെപ്രസെന്റേറ്റീവ് ആണ് എന്നാണ് പറയുന്നത്. ചുരുക്കത്തില് ഭഗവാൻ അല്ലാതെ ഒന്നുമില്ല. എവറിത്തിങ് ഈസ് ഡയറക്ട്ലി കൃഷ്ണ or indirectly Krishna through his agencies of potency. അല്ലേ? ഭഗവാന്റെ ശക്തി ഇൻഡയറക്ട്ലി എല്ലാറ്റിലും ഉണ്ട്. ആ ശക്തിയാണ് നിയന്ത്രിക്കുന്നത്. ഇതിലെല്ലാം ഭഗവാന്റെ പ്രസൻസ് കാണുന്നു. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഞാനാകുന്നു എന്ന് ഭഗവാനുടെ തന്റെ ഐശ്വര്യത്തിന്റെ അത് കാണിക്കാൻ വേണ്ടി പറയാണ്. ഭഗവാന്റെ ഓപ്പുലൻസ് എന്ന്. അപ്പൊ നമ്മള് ഒരു സാധാരണ വ്യക്തിയെ, ഇപ്പൊ നല്ലൊരു ആക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ആരെയാണ് ഉദാഹരണം കൊടുക്കുക? ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആക്ടറുടെ പേര് പറഞ്ഞോ, ആ ആക്ടറെ പോലെയാണ്. സാധാരണ ആക്ടർ നമ്മളിപ്പോൾ പറയില്ല. അപ്പൊ അതേപോലെ ഭഗവാന്റെ സൃഷ്ടിയിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്രിയേറ്റർ ആരാണ്? അതിന്റെ ബ്രഹ്മാവിന്റെ. അപ്പൊ ആ ബ്രഹ്മാവിന്റെ പേര് അതും ഞാനാകുന്നു എന്താണ്. കൃഷ്ണ എന്തെങ്കിലും ഇതിലെ ശ്ലോകത്തിനുണ്ടോ? Okay, അടുത്ത ശ്ലോകം ടെക്സ്റ്റ് 34. മൃത്യു സർവഹരശ്ചാഹം ഉദ്ഭവശ്ച ഭവിഷ്യതാം കീർത്തി ശ്രീർവാക്ച നാരീണാം സ്മൃതിർമേധാ ധൃതി ക്ഷമാം. മൃത്യു സർവഹരശ്ചാഹം ഉദ്ഭവശ്ച ഭവിഷ്യതാം കീർത്തി ശ്രീർവാക്ച നാരീണാം സ്മൃതിർമേധാ ധൃതി ക്ഷമാം. പാർവതി മാതാജി. मृत्यु सर्वाहरश्चाहम् उद्भवश्च भविष्यताम् कीर्तिः श्रीर्वाक् च नारीणां स्मृतिर्मेधा धृतिः क्षमा. Very good. Babita Mataji. हरे कृष्ण. मृत्यु सर्वहरश्चाहम् उद्भवश्च भविष्यतम् कीर्ति श्रीर्वक्च नारीणां स्मृतिर्मेधा धृतिः क्षमः. Very good. And Archana Mataji.
ഹരേ കൃഷ്ണ. മൃത്യു സർവഹരശ്ചാഹമുദ്ഭവശ്യ ഭവിഷ്യതാം കീർത്തിശീർവാക്ച നാരീണാം സ്മൃതിമേതാന്ത്രതിക്ഷമാ. Rupeshwari Mataji and Sujay Prabhu. मृत्यु सर्वहरश्चाहम् उद्भवश्च भविष्यताम् कीर्तिश्रीर्वक्च नारिणाम् स्मृतिर्मेधा धृतिः क्षमा. मृत्युसर्वहरश्चाहम् उद्भवश्च भविष्यताम् कीर्तिश्रीर्वाक्च नारीणाम् स्मृतिर्मेधा धृतिः क्षमा. Translation. I am all devouring death, and I am the generating principle of all that is yet to be. Among women, I am fame, fortune, fine speech, memory, intelligence, steadfastness, and patience. Hare Krishna. സർവസംഹാരിയായ മരണവും ഭാവിയുടെ ഉദ്ഭവസ്ഥാനവും സ്ത്രീകളിൽ യശസ്, ഭാഗ്യം, സുന്ദര ഭാഷണം, ഓർമ്മശക്തി, ബുദ്ധി, സ്ഥൈര്യം, ക്ഷമ എന്നിവയും ഞാനാണ്. വെരി ഗുഡ്. ആദ്യമായിട്ടാണ് ഭഗവാൻ വിമന്റെ പേരിൽ മറ്റേതൊക്കെ എവിടെ നോക്കിയാലും മെൻ 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 അല്ലേ? അപ്പൊ ഈ ക്വാളിറ്റീസ് ഒക്കെ ഉണ്ട്, വിമൻ ഉണ്ട്. സ്ത്രീകൾക്ക് ഈ ക്വാളിറ്റീസ് എല്ലാം ഉണ്ട്. പിന്നെന്തിനാ സ്ത്രീകളെ കംപ്ലൈന്റ് ചെയ്യുന്നു? ഭാഗവതത്തിൽ ഇവിടെ നീളം എല്ലാം മെൻ മെൻ മെൻ. ഇതാണ് ഇതിന്റെ അടിസ്ഥാന തത്വം, ഫൗണ്ടേഷൻ. സോ I am all devouring death, and I am the generating principle of all that is yet to be. Among women, I am fame, fortune, fine speech, memory, intelligence, steadfastness, and patience. എല്ലാ ക്വാളിറ്റീസ് ഉണ്ട്. പിന്നെന്താണ് സ്ത്രീകൾക്ക് ബുദ്ധിയില്ല എന്നൊക്കെ പറയുന്നത്? സുജയ് പ്രഭു എന്താ പറയണേ? ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു റെക്കോർഡിംഗ് കഴിഞ്ഞിട്ട് പറയാ പ്രഭു. ഓക്കെ. അപ്പൊ എന്തായാലും ഭഗവാൻ വളരെ നന്നായി പറഞ്ഞിട്ടുണ്ട്. എമംഗ് വിമൻ ഐ എം ഫെയിം. ഭാഗ്യം, യശസ്സും, നല്ല വാക്ചാതുര്യവും, ഓർമ്മയും, ബുദ്ധിയും, അവരുടെ സ്റ്റെഡ് ഫാസ്റ്റ്നെസ്. എന്തായാലും സ്റ്റെഡ് ഫാസ്റ്റ്നെസ്സിന് മലയാളത്തിൽ എന്താണ്? സ്ഥൈര്യം, സ്ഥൈര്യം, സ്ഥിരത. സ്ഥിരത. ഓക്കെ. ആൻഡ് പേഷ്യൻ, ക്ഷമ. ഇതെല്ലാം സ്ത്രീകളുടെ ക്വാളിറ്റീസ്. ഇതും ഞാനാകുന്നു അല്ലേ? ഇതും ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ എന്നതൊക്കെ വരുന്നത്. സോ ആസ് സൂൺ ആസ് എ മാൻ ഈസ് ബോൺ, ഹി ഡൈസ് അറ്റ് എവറി മൊമെന്റ്. എങ്ങനെയത്? ആസ് സൂൺ ആസ് എ മാൻ ഈസ് ബോൺ, ഹി ഡൈസ് അറ്റ് എവറി മൊമെന്റ്. നമ്മുടെ ഓരോ ദിവസം കഴിയുന്നതോടും മരണത്തിലോട്ട് അടുത്തുകൊണ്ടിരിക്കുവല്ലേ? ഓരോ ദിവസം അല്ലേ? ഓരോ സെക്കൻഡിലും, എവറി മൊമെന്റിൽ, ഓരോ മൊമെന്റിലും നമ്മൾ മരണത്തിനോട് അത്. പക്ഷെ നമ്മള് ഓരോ വർഷം കഴിയുമ്പോൾ ഹാപ്പി ബർത്ത്ഡേ ആണ് നമ്മൾ ആഘോഷിക്കുന്നത്. ആക്ച്വലി ഹാപ്പി ബർത്ത്ഡേ മരണത്തിനോട് അടുക്കുന്ന ആ ഡേ ആണ് നമ്മൾ ആഘോഷിക്കുന്നത്. സോ ഡെത്ത് ഈസ് ഡവറിങ് എവറി ലിവിങ് എൻറ്റിറ്റി അറ്റ് എവറി മൊമെന്റ്. ബട്ട് ദ ലാസ്റ്റ് സ്ട്രോക്ക് ഈസ് കോൾഡ് ഡെത്ത് ഇറ്റ് സെൽഫ്. അവസാനത്തെ സ്ട്രൈക്കിംഗ് ആണ് മരണം എന്ന് പറഞ്ഞത്. ദാറ്റ് ഡെത്ത് ഈസ് കൃഷ്ണ. കാരണം കൃഷ്ണ സർവഹരശ്ചാഹ, എല്ലാം സ്റ്റീൽ ചെയ്യുന്നു. നമ്മളുടെ ആ ലൈഫ് ബ്രെത്തും ഈ ശരീരത്തിൽ നിന്ന് ഭഗവാൻ എടുക്കുന്നു. സോ ആസ് ഫോർ ഫ്യൂച്ചർ ഡെവലപ്മെന്റ്, all living entities undergo 6 basic change. നമുക്കറിയാം. They are born, they grow, they remain for some time, they reproduce, they dwindle, and finally they vanish. ഇതാണ് ഷഡ് പരിണാമങ്ങൾ. 6 ട്രാൻസ്ഫോർമേഷൻ ഫ്രം ബർത്ത് ടു ഡെത്ത്. ബർത്ത്, വളർച്ച, പിന്നെ കുറച്ച് കാലം അത് മെയിൻറ്റെയിൻ ചെയ്യും, പിന്നെ റീപ്രൊഡ്യൂസ് ചെയ്യും, പിന്നെ ക്ഷയിക്കും, അത് കഴിഞ്ഞാൽ ഫൈനലി വാനിഷ്. So of these changes, the first is deliverance from the womb, and that is Krishna. So, ഒരു ശിശു ഈ ഭൂമിയിൽ വന്ന് വീഴുമ്പോ അതും ആരുടെ ഇതിലാണ്? ഭഗവാൻ കൃഷ്ണൻ അല്ലേ? എന്താണ് ഇതിൽ പറയുന്നത്? ദേഹോ ഉപപദ്ധ്യതേ,
Okay. Dev, is that കർമ്മണ ദൈവനേത്രേണ ജന്തു ദേഹോ ഉപപദ്ധ്യത. എങ്ങനെയാണ് ഒരു ലിവിങ് എൻഡിക്ക് ഈ ദേഹം കിട്ടുന്നത്? എങ്ങനെയാണ് പറയുന്നത്? കർമ്മണ ദൈവനേത്രേണ, നമ്മുടെ കർമ്മം കൊണ്ടും ഭഗവാന്റെ സാങ്ഷൻ കൊണ്ടും ഭഗവാന്റെ സൂപ്പർവിഷൻ കൊണ്ടുമാണ്. ഒരു ജന്തു പറഞ്ഞാൽ ലിവിങ് എൻഡിറ്റി. നമ്മൾ പറയുന്ന ഒരു ജന്തു, ആ ജന്തു അല്ല, അത് നമ്മൾ ഒന്ന് ദേഷ്യം വരുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു തെറ്റായിട്ടുള്ള വാക്കാണ് ആ ജന്തു. ഇവിടെ അതിന്റെ ലിവിങ് എൻഡിറ്റി എല്ലാവരും, അത് മനുഷ്യരായാലും ശരി മൃഗമായാലും ശരി എല്ലാം ജന്തുവാണ്, ജീവാത്മ ചുരുക്കം. കർമ്മണ ദൈവനേത്രേണ ജന്തു ദേഹോ ഉപപദ്ധ്യത. അപ്പൊ ആ ലിവിങ് എൻഡിറ്റിക്ക് കിട്ടുന്ന ദേഹം അവരുടെ കർമ്മത്തിന്റെയും ഭഗവാന്റെ സാങ്ഷനിൽ, ഭഗവാന്റെ സൂപ്പർവിഷനിലാണ് കിട്ടുന്നത്. അപ്പൊ അതിനുശേഷം നടക്കുന്ന ഈ ഷഡ്പരിണാമങ്ങള് മരണം വരെ. ദേ ആർ ബോൺ, they grow, they remain for some time, they reproduce, they dwindle, and finally they vanish. Of these changes, the first is deliverance from the womb, and that is Krishna. ഏത് അമ്മയുടെ ഉദരത്തിൽ നിന്നാണോ ആ കുട്ടി ജനിക്കുന്നത്, ശിശു ജനിക്കുന്നത്, അത് കൃഷ്ണനാണ്. And that is topmost. The first generation is the beginning of all future activities. The 7 opulences listed, fame, fortune, fine speech, memory, intelligence, steadfastness, and patience, are considered feminine. Feminine ആണ്, അതുകൊണ്ടാണ് വിമൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. So it is not only for women, in fact, it is for everybody. അതുകൊണ്ടാണ് ഇതിന് അവിടെ ആക്ച്വലി ഇൻസ്റ്റെഡ് ഓഫ് men, women എന്ന് അഡ്രസ് ചെയ്തിരിക്കുന്നത്. If a person possesses all of them or some of them, he becomes glorious. ഇതില് ഈ എല്ലാ ക്വാളിറ്റീസും ഒരാൾക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സം ഓഫ് ദം, അദ്ദേഹം യശസ്വി ആയിരിക്കും, ഗ്ലോറിയസ് ആയിരിക്കും. ഇഫ് എ മാൻ ഈസ് ഫേമസ് ആസ് എ റൈറ്റിയസ് മാൻ, ദാറ്റ് മേക്സ് ഹിം ഗ്ലോറിയസ്. ഒരാള് ധർമ്മത്തിന്റെ വഴി കൂടെ നടക്കുന്നു, ധർമ്മം പാലിച്ച് നടക്കുന്നു, അപ്പൊ അദ്ദേഹത്തിന് നമ്മളെല്ലാം പുകഴ്ത്തും. ഒരു ധർമ്മിഷ്ഠനാണ് അല്ലെ, ഒരു തെറ്റും ചെയ്യുന്നില്ല, ഒരു പാപവും ചെയ്യുന്നില്ല, എല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. So he becomes glorious. Sanskrit is a perfect language and is therefore very glorious. കാരണം ഇത് ദേവനാഗരി ആണ്, ദേവന്മാരുടെ ഭാഷയാണത്. സോ ഒരു സംസ്കൃത് പഠിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു പണ്ഡിതനാവുക എന്ന് പറഞ്ഞാൽ, സ്കോളർ ആവുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി. അറ്റ്ലീസ്റ്റ് ടു ഹാവ് സം ബേസിക്. ഇത് തന്നെ 12 years കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചാലാണ് നമുക്കൊരു ഏകദേശം ഒരു രൂപം കിട്ടുള്ളൂ. ഒരിക്കലും ആ പഠിത്തം അവസാനിക്കുന്നില്ല. അപ്പോൾ വേദങ്ങളുടെ ആ മന്ത്രങ്ങളൊക്കെ വളരെ അനായാസമായിട്ട് ഇത് ഉച്ചരിക്കാൻ എത്ര കൊല്ലത്തെ പരിശ്രമമാണ് വേദപണ്ഡിതന്മാരും അല്ലെ കുട്ടികളൊക്കെ എടുക്കുന്നത്. ഒന്നിനകത്ത് അഭ്യാസം കൊണ്ട് നടക്കില്ല. വർഷങ്ങളോടുള്ള നിരന്തരമായിട്ട് പരിശ്രമത്തിന്റെ ഫലമാണ് അവർക്ക് വേദമന്ത്രങ്ങളൊന്നും ഒന്നും നോക്കാതെ അവരെ ഉച്ചരിക്കാൻ പറ്റുന്നത്. സോ ഇറ്റ്സ് നോട്ട് ഈസി. സോ സംസ്കൃത് ഇസ് എ പെർഫെക്റ്റ് ലാംഗ്വേജ് ആൻഡ് ദെയർഫോർ വെരി ഗ്ലോറിയസ്. അത് കേട്ടാൽ മതി, അതിന്റെ അർത്ഥമൊന്നും മനസ്സിലാവണ്ട. പല കാര്യങ്ങളും നമുക്ക് അർത്ഥം മനസ്സിലായിട്ടില്ല, പക്ഷെ അത് വെറും നമ്മൾ ശ്രവിച്ചാൽ മതി, നമ്മളുടെ ശുദ്ധീകരണം നടക്കും. നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ അതിന്റെ കോമ്പണൻസ്, അതിന്റെ പ്രോപ്പർട്ടീസ് നോക്കിയിട്ടാണ്, മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. പക്ഷെ നമ്മളെ എഫക്ട് ചെയ്യുന്നില്ല, നമ്മളെ അല്ലെ അസുഖം മാറുന്നില്ലേ. അപ്പൊ അതിൽ വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി, ആ മരുന്ന് നമ്മളുടെ ദേഹത്തിൽ ചെല്ലുമ്പോൾ അത് നമ്മളെ എഫക്ട് ചെയ്യുന്നു, പോസിറ്റീവ്ലി ഓർ നെഗറ്റീവ്ലി, വാട്ട് എവർ ഇറ്റ് ഈസ്. വിഷമാണെങ്കിലും തന്നെ എനിക്ക് വിഷത്തിന് വിശ്വാസമില്ല, അതുകൊണ്ട് ഞാൻ കഴിച്ചാലും മരിക്കില്ല, അങ്ങനെ പറയാൻ പറ്റുമോ? എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി, അത് അകത്ത് ചെന്ന പോയി. ഗോഡ് പ്രേമാനന്ദേ അല്ലേ? അപ്പൊ അതുകൊണ്ട് അതേപോലെയാണ് ഇത് വെറും കേട്ടാൽ മതി ലാംഗ്വേജ്. അതിലുള്ള ആ ഹിംസ്, മന്ത്രങ്ങള്, നാമങ്ങള്, ശ്ലോകങ്ങള്, സൂത്രങ്ങള്, ഇതെല്ലാം വെറും കേട്ടാൽ മാത്രം, ഒരു അർത്ഥം മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. രാവിലെ നമ്മള് എഴുന്നേറ്റ്
ഇതേപോലെ ഒരുപാട് ഡിവോഷണൽ സോങ്സും സംസ്കൃത് ആയിക്കോട്ടെ, ബംഗാളി ആയിക്കോട്ടെ, ഏത് ലാംഗ്വേജ് ആയിക്കോട്ടെ, എസ്പെഷ്യലി സംസ്കൃത് കേൾക്കുമ്പോഴുള്ള അത് വ്യത്യാസപ്പെടും. അപ്പോൾ നമുക്ക് വളരെ ഒരു ലൈവ്ലി ആയിട്ട് തോന്നും അല്ലേ? നമ്മളുടെ വളരെ രാവിലെ പറഞ്ഞാൽ നമുക്ക് എഴുന്നേൽക്കുമ്പോൾ ക്ഷീണമായിരിക്കും, ടയർഡായിരിക്കും, ഫെറ്റിഗ്ഡ് ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് തന്നെ വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് തോന്നും. ബിക്കോസ് ഓഫ് ദ ലാംഗ്വേജ്, ഇറ്റ്സ് ദേവനാഗരി, ഇറ്റ്സ് കൃഷ്ണാസ് contribution ആണ് കൃഷ്ണൻ ഭഗവാൻ തന്നിരിക്കുന്നത്. വെരി ഗ്ലോറിയസ്. So if after studying one can remember subject matter, he is gifted with good memory or smriti, and the ability not only to read many books on different subject matters but to understand them and apply them when necessary is intelligence. അപ്പോൾ ഇതാണ് ബുദ്ധി അല്ലെങ്കിൽ മേധ എന്ന് പറയുന്നത്. അതായത് നമ്മൾ വായിച്ച് അല്ലെങ്കിൽ അത് ശ്രവിച്ച് അതിനെ മനനം ചെയ്ത് അതിനെ റീകളക്ട് ചെയ്ത് അതിനെ പഠിച്ച് നമ്മൾ അവിടെ സ്റ്റോർ ചെയ്യണം നമ്മുടെ മെമ്മറി. അതാണ് ബുദ്ധി അല്ലെങ്കിൽ മേധ. അത് ഭഗവാന്റെ അനദർ ഒപ്പീനിയൻസ് ആണ്. നമ്മൾ കേട്ടാൽ അതിൽ ഒരുപാട് പ്രോസസ് ഉണ്ട്. കേട്ടാൽ മാത്രം പോരാ. കേത ഈസ് കാൻസെ സുനോ ഈസ് കാൻസെ ചോടോ, അതല്ല അവിടെ പറയുന്നു. കേൾക്കുക, അതിനെ മനനം ചെയ്യാം, അതിനെ റീകളക്ട് ചെയ്യാം, അതിനെ പഠനം ചെയ്യാം, പിന്നെ അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യാം. ഇതെല്ലാം ബുദ്ധിയുടെ ഡിഫറെന്റ് തലങ്ങളാണ്, വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളാണ്. അപ്പോൾ ഇതിനാണ് എന്താണ് പറയുന്നത്, സ്വാധ്യായം തന്നെ പറയുന്നത്. നമ്മുടെ അതിൽ സ്വാധ്യായം എന്തെല്ലാം ഉണ്ട്? ശ്രവണം, മനനം, നിധിധ്യാസനം, പഠനം, പിന്നെ കീർത്തനം, ഇതെല്ലാം എന്താണ്? സ്വാധ്യായത്തിന്റെ ഭാഗങ്ങളാണ്. ഇതെല്ലാം ഏതാണ്? ബുദ്ധി, മേധ. മേധ എന്നുള്ള വാക്ക് എവിടെയാണ്? സുമേധസ. എവിടെയാണ് കേട്ടിരിക്കുന്നത്? യജ്ഞസങ്കീർത്തന പ്രായർ യജന്തീഹി സുമേധസ. മേധ പറഞ്ഞ ഇന്റലിജൻസ്. സുമേധസ ഏറ്റവും ഇന്റലിജൻസിലെ ആൾക്കാർ യജ്ഞ സങ്കീർത്തന പ്രായർ ആ സംഗീതന യജ്ഞം സ്വീകരിക്കും. സുമേധസ. സു എന്ന് പറഞ്ഞാൽ ഏറ്റവും സൂപ്പർലേറ്റീവ് ഡിഗ്രി അല്ലെ, സൂപ്പർ. സോ അനദർ ഒപ്പീനിയൻസ് ഓഫ് കൃഷ്ണ. സോ ദ എബിലിറ്റി ടു ഓവർകം അൺസ്റ്റഡിനെസ് ഈസ് കോൾഡ് ഫേംനെസ് ഓർ steadfastness. ധൃതി, അതിന് ധൃതി. And when one is fully qualified, it is humble and gentle, and one is able to keep his balance both in sorrow and in ecstasy of joy. Yes, the opulence called patience, ക്ഷമ. അപ്പോൾ എല്ലാ ക്വാളിഫിക്കേഷൻ ഉണ്ട്, എല്ലാ നോളജും ഉണ്ട്, സ്റ്റിൽ ഈസ് ഹംബിൾ ആൻഡ് ജെന്റിൽ. രൂപ ഗോസ്വാമി, സനാതന ഗോസ്വാമി പോലെ. ഓക്കെ, സ്കോളർലി, വെരി ഫിലോസഫിക്കലി ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ആ ഗോസ്വാമിമാര് എന്താണ് ചൈതന്യ മഹാപ്രഭുവിനെ കണ്ടപ്പോൾ പറഞ്ഞത്? ഞാൻ ആരാണ് എന്ന് എനിക്കറിയില്ല, പക്ഷെ ആൾക്കാർ പറയുന്നത് ഞങ്ങൾ സ്കോളറാണ്, ഞങ്ങൾ ഫിലോസഫറാണ്, ഞങ്ങൾ അതാണ് ഇതാണ് പറയുന്നത്. പക്ഷെ എനിക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം എനിക്കറിയുന്നില്ല. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യം. ഞാൻ ആരാണെന്ന് എനിക്ക് ഇതേവരെ അറിയില്ല. ആ സമയത്താണ് ആൾക്കാർ ഞങ്ങൾ ഗ്ലോറിഫൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് വൈക്കോൽ നിറച്ച് വന്നത്. അതായത് ഞങ്ങളുടെ പരിചയം തന്നെ ഞങ്ങൾക്ക് അറിയില്ല എന്താണെന്നുള്ളത്. അതുകൊണ്ട് ഭഗവാന്റെ തിരുമുഖത്ത് നിന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ വലിയ ആൾക്കാർ ഇരിക്കുമ്പോൾ നമ്മളെ എന്താണ് ശ്രവിക്കുക. നമ്മളെ പറ്റി ഗ്ലോറിഫൈ ചെയ്യല്ല ചെയ്യേണ്ടത്. വലിയ മുതിർന്ന ആൾക്കാർ വരുമ്പോൾ ഭഗവാന്റെ ശുദ്ധ ഭക്തന്മാരുള്ള സമയത്ത് നമ്മൾ എന്താണ് നമ്മളുടെ ഇത് രണ്ടും ഓപ്പൺ ചെയ്ത് വെക്കുക, ഇത് മാസ്കിൻ ടേപ്പ് ഇട്ട് വെക്കുക. ഇതെപ്പോഴും വളരെ അറ്റൻഷനോടുകൂടി വെക്കണം. ശ്രവിക്കുക, അവരെ കൂടുതൽ ശ്രവിക്കാൻ നോക്കുക. പക്ഷെ നമ്മുടെ സാധാരണ നമ്മളെന്താ ചെയ്യാം? നമ്മളെ പറ്റി തന്നെ അങ്ങനെ പുഴച്ചുകൊണ്ടിരിക്കും. നമ്മളുടെ ഗ്ലോറീസ് ആണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതാണ് ഇത്, അത് ഓക്കെയാണ്. നമ്മളുടെ CV-യില് മെറ്റീരിയൽ വേൾഡില് നമ്മൾ അങ്ങനെ ചെയ്യണം.
എനിക്ക് ആ സർട്ടിഫിക്കേഷൻ, എനിക്ക് ഈ സർട്ടിഫിക്കേഷൻ, ആ ക്വാളിഫിക്കേഷൻ, ഈ എക്സ്പീരിയൻസ് ഉണ്ട്. അത് എത്ര വേണമെങ്കിലും നമുക്ക്, കാരണം വെച്ചാൽ നമ്മുടെ ആവശ്യം വേറെ തലത്തിലാണ്. ഇവിടെ ഭഗവാന്റെ അടുത്തും ഭഗവാന്റെ ശുദ്ധഭക്തന്മാരുടെ അടുത്തും നമ്മുടെ എത്ര തന്നെ വലിയ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ശരി, വി ഷുഡ് ബി ഹംബിൾ ആൻഡ് മീക്ക്. അതാണ് നിറകുടം തുളുമ്പില്ല എന്ന് പറയുന്നത് അല്ലേ. നിറകുടം തുളുമ്പില്ല. എത്ര വലിയ, നമുക്കറിയാം അവരെല്ലാം exalted personalities, exalted devotees, but still they think themselves very meek and humble. അതാണ് വിദ്യാ വിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി സുനി ചൈവ സ്വപാക്കേച പണ്ഡിത സമദർശന. പണ്ഡിതന്മാരെ എല്ലാവരെയും ഒരേപോലെ കാണും. അവരുടെ വിദ്യ കൊണ്ട് അവർക്ക് വിനയം എന്നുള്ള സമ്പത്തുണ്ട്. ഒരിക്കലും അവരെ മറ്റുള്ളവരെ താഴ്ത്തി കാണില്ല, സ്വയം അവർ താഴ്ത്തി കാണും. അതുകൊണ്ടാണ് ചില ആചാര്യന്മാര് they go to the extent, especially കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ഒക്കെ പറയുന്നുണ്ട്, I am worth nothing, I am just like a worm in the stool. So that is their thing. അതാണ് വിനമ്രത. നമ്മൾ അങ്ങനെ അത് ഇമിറ്റേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളൊന്നും. പക്ഷെ അറ്റ്ലീസ്റ്റ് വി ഷുഡ് ഹാവ് ദ ലിസണിങ് ആയിട്ടുള്ള, നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കാനുള്ള ആ ഒരു ഇത് വേണം. നമ്മൾ നമ്മളുടെ പൊട്ടിഘോഷിക്കല്ല വേണ്ടത്. എസ്പെഷ്യലി സ്പിരിച്വാലിറ്റിയിലെ വി ഷുഡ് ബി ഏബിൾ ടു ലിസൺ ടു അവർ സീനിയേഴ്സ്, എൽഡേഴ്സ്, പ്യുവർ ഡിവോട്ടീസ്. എന്നിട്ട് നമുക്ക് വാട്ട് എവർ പോസിബിൾ ഇംബൈബ് ദർ ക്വാളിറ്റീസ് ഇൻ അസ്. ഇതാണ് പറയുന്നത്. ആൻഡ് വെൻ വൺ ഈസ് ഫുള്ളി ക്വാളിഫൈഡ് എറ്റ് ഈസ് ഹംബിൾ ആൻഡ്. അതാണ് ക്വാളിഫിക്കേഷന്റെ ഒരു ലക്ഷണം തന്നെ. അവർ മീക്ക് ആൻഡ് ഹംബിൾ ആയിരിക്കും. ആൻഡ് വൺ ഈസ് ഏബിൾ ടു കീപ് ഹിസ് ബാലൻസ്. അപ്പോൾ ദുഃഖത്തിലും സുഖത്തിലും ബാലൻസ് കീപ്പ് ചെയ്യുന്നത്, അതായത് ഈക്വിപ്പോയ്സ് ആയിട്ടുള്ള എന്താണ് അതിന് ക്ഷമ, പേഷ്യൻസ്. ആ ഓപ്പറൻസിനെയാണ് പേഷ്യൻസ് പറയുന്നത്, ക്ഷമ. നമ്മൾ സാധാരണ ദുഃഖത്തില് നമ്മൾ എന്ത് ചെയ്യും? വിഷമിക്കും. ദുഃഖം വരുമ്പോൾ നമ്മൾ ആൾറെഡി ഔട്ട് ഓഫ് മൈൻഡ് ആയിരിക്കും, ഔട്ട് ഓഫ് ഫോക്കസ് ആയിരിക്കും. നമുക്ക് ഒരു സ്റ്റെഡ് ഫാസ്റ്റ്നെസ്റ്റും കിട്ടില്ല. നമുക്കൊരു സ്ഥിരതയും കിട്ടില്ല. എന്താണ് ചെയ്യുന്നത്, എന്താ പറയുന്നത് ഒന്നും അറിയില്ല. കാരണം വെച്ചാൽ ആ സാഡ്നെസ് ഓർ സോറോ ഹാസ് ഓവർടേക്കൺ അസ്. അതേപോലെ തന്നെ സന്തോഷത്തിലും എന്താണ്, നമ്മൾ തന്നെ നമ്മളെ നിലമറക്കുന്നു. നമ്മൾ എന്താണ് ചെയ്യുന്നത് നമുക്കെന്ന് അറിയുന്നില്ല. ഇത് രണ്ട് സമയത്തും, when we are elated and when we are dejected, both time we should have the patience or called Shama. Okay, Hare Krishna. So Vancha Kalpatarubhesya Kripasindhubheva cha Patitanam Pavanebhyo Vaishnavebhyo. Ananda Kodi Vaishnavati ki jai, Srila Prabhupada ki jai, Guru Maharaj ki jai. I go Premanandi. Hare Krishna.